വിടുമാറാകട്ടെ. സ്നേഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ ആഴ്ചയിൽ പതിവ് പോലെ ദൈവവചനം പഠിപ്പാനായി കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിൽ വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന നിങ്ങൾക്കായി എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വന്ദനം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ദൈവവചനത്തിൻ്റെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമാലേഖനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 8-ാം അധ്യായം അവസാന വാക്യങ്ങൾ വരെ ചിന്തിപ്പാൻ ദൈവം നമ്മെ വിശേഷാൽ സഹായിച്ചു. ഇന്ന് മുതൽ ദൈവം അനുവദിച്ചാൽ ചില ആഴ്ചകൾ തുടർന്നുള്ളതാകുന്ന 9 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങൾ ചിന്തിപ്പാനാണ് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. റോമാലേഖനം 9 മുതൽ 11 വരെയുള്ളതാകുന്ന ഈ അധ്യായങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാകുന്ന വേദഭാഗമാണ്. പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു വന്ന വിഷയങ്ങളുമായി ചേർന്നിരിക്കുന്ന ഒരു ചിന്താഗതിയാണ് അധ്യായങ്ങളിലുള്ളത്. പല കമൻട്രീസൊക്കെ വായിച്ചപ്പോൾ പല അഭിപ്രായങ്ങൾ കണ്ടു. ചില അഭിപ്രായങ്ങൾ ദൈവവചനപ്രകാരം എനിക്ക് യോജിപ്പാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ അഭിപ്രായങ്ങൾ 1-2 കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുള്ളതാകൊണ്ട് കേൾക്കാൻ സാധ്യതയുള്ളത് കൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും. റോമാലേഖനം 9 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങൾ ഇറ്റ് ഈസ് എ ഡൈഗ്രഷൻ ഫ്രം ദ ടോപ്പിക് എന്ന് പറയാറുണ്ട്. 8-ാമത്തെ അധ്യായം കൊണ്ട് പൗലോസ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 12 മുതലുള്ള അധ്യായങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഈ 9 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുന്ന വിഷയവുമായിട്ട് അത്ര ചേരുന്നതല്ലെന്നും അതൊരു പാരന്തസിസ് അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് ചേർത്തു വെച്ചതുപോലെ യോഗ്യതയില്ലാത്ത ഒരു വിഷയമായിട്ട് അതിനെ കാണുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല ആ അധ്യായങ്ങൾ ദൈവവചനത്തിൽ ഇരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് 12-ാമത്തെ അധ്യായം മുതലാണ് പ്രായോഗികമാകുന്ന വിഷയങ്ങൾ, പറഞ്ഞു വന്ന ഉപദേശങ്ങളുടെ പ്രായോഗികമാകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ അത് ഉപദേശങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിനെ കുറിച്ച് 12 മുതലുള്ള അധ്യായങ്ങളിലാണ് പറയുന്നത്. അത് 1 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങളുടെ ഉപദേശത്തിന്റെ വെളിച്ചത്തിലാണ് 12-ാം അധ്യായം മുതൽ ഉപദേശത്തിന്റെ പ്രായോഗികമാകുന്ന വശം പൗലോസ് പറയുന്നത്. അതായത് 12-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മനസ്സലിവ് എന്നുള്ളതാകുന്ന വിഷയം, ആ പ്രത്യേകമാകുന്ന ചിന്താ വിഷയം ഈ 1 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങളിൽ, വിശേഷിച്ച് 9 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങളിൽ വളരെ വളരെ വ്യക്തതയോടെ വളരെ ഫോഴ്സ്ഫുൾ ആർഗ്യുമെന്റ്സ് പൗലോസ് നിരത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം 8-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് 9-ാം അധ്യായം, അല്ലാതെ ചേർത്തു വെച്ച ഒന്നല്ല എന്ന കാര്യം അത് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പ്രാരംഭമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 9 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങളിൽ വിശേഷിച്ച് പൗലോസ് ഡീല് ചെയ്യുന്നതാകുന്ന വിഷയം യഹൂദന്മാരെ കുറിച്ചും ജാതികളെ കുറിച്ചും, പ്രത്യേകാൽ യഹൂദന്മാർക്ക് ലഭിച്ചതാകുന്ന ആ വളരെ നിസ്തുലമാകുന്ന പദവികളുടെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ അവർക്കുള്ള സ്ഥാനമെന്ത് എന്നുള്ള വിഷയമാണ് പ്രധാനമായിട്ട് ഈ 3 അധ്യായങ്ങളിൽ പൗലോസ് പറയുന്നതാകുന്ന വിഷയം. ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയിൽ
യഹൂദന്മാർക്ക് ദൈവം സവിശേഷമായി നൽകിയ പദവികളുടെ വെളിച്ചത്തിൽ അവരുടെ സ്ഥാനം എന്താ? ഹൗ ഡു ദേ ഫിറ്റ് ഇൻ in the purpose of God, in the eternal purpose of God? How do they fit in? ആ കാര്യമാണ് വളരെ വിശദമായിട്ട് 9 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ നേരത്തെ ഉള്ളതാകുന്ന അല്ലെങ്കിൽ 1 മുതൽ ഉള്ളതാകുന്ന അധ്യായങ്ങളിൽ തന്നെ യഹൂദന്മാരെ കുറിച്ചുള്ളതാകുന്ന വിശേഷണങ്ങൾ പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ആദ്യം രക്ഷയ്ക്കായിട്ട് സുവിശേഷം ദൈവശക്തിയാകുന്നല്ലോ. എന്നിട്ട് ആദ്യം യഹൂദനും പിന്നെ യവനനും. നമ്മൾ അത് താഴോട്ട് ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ യഹൂദൻ യവനൻ, ആദ്യം യഹൂദൻ, ആദ്യം കഷ്ടവും സങ്കടവും യഹൂദനും പിന്നെ യവനനും വരും. പിന്നെ ന്യായപ്രമാണത്തെ കുറിച്ച്, അത് മാത്രമല്ല സുവിശേഷം എന്നുള്ളത് ദൈവം തൻ്റെ തിരുവെഴുത്തുകളിൽ മുന്നെഴുതിയിരുന്നതാണ്, മുന്നറിയിച്ചിരുന്നതാണ്. യഹൂദന്റെ ന്യായപ്രമാണത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഈ വേദഭാഗം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതായത് 9 മുതലുള്ളതാകുന്ന അധ്യായങ്ങളിൽ പൗലോസ് പ്രധാനമായിട്ട് പറയുന്നതാകുന്ന വിഷയം, അങ്ങനെയുള്ളതാകുന്ന പ്രിവിലേജസ്, ഒരുപാട് പദവികൾ ഇവർക്കുണ്ടായിരുന്നിട്ടും യഹൂദൻ ഒരു വംശമെന്ന നിലയിൽ, എത്നിക് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള സന്തതി, എത്നിക് ഇസ്രയേൽ, യഹൂദൻ ഒരു വംശമെന്ന നിലയിൽ ദൈവം അവരെ തെരഞ്ഞെടുത്തു, ദൈവം അവരെ വേർതിരിച്ചു, ദൈവം അവർക്ക് പ്രമാണങ്ങളെ കൊടുത്തു, ദൈവം അവർക്ക് ഒത്തിരി പ്രിവിലേജസ് കൊടുത്തു. ജഡപ്രകാരം മിശിഹായും അവരിൽ നിന്ന്, ക്രിസ്തുവും അവരിൽ നിന്നല്ലോ വന്നത്. ഇതെല്ലാം അവർക്കുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് യഹൂദൻ സുവിശേഷത്തിൽ വിശ്വസിച്ചില്ല? This is a nagging question and problem for Apostle Paul, because he says he himself, I myself as an Israelite, ഞാൻ തന്നെ ഒരു ഇസ്രായേലിനാകുന്നു. സോ ആ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് ഈ 9, 10, 11 അധ്യായങ്ങളില് പൗലോസ് പറയുന്നതാകുന്ന വിഷയം. ഇത്രയധികം പദവികൾ ഇവർക്കുണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് മിശിഹായെ, ക്രിസ്തുവിനെ അവർ വിശ്വസിച്ചില്ല? എന്തുകൊണ്ട് അവരുടെ തിരുവെഴുത്തുകളിൽ മുൻപ് കൂട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടും സുവിശേഷം അവരെ അംഗീകരിച്ചില്ല? 1-2 വാക്യങ്ങൾ അത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ് നമുക്ക് വാക്യങ്ങൾ വായിച്ചു പോകണം, അല്ലെങ്കിൽ ഇത് അല്പം ഗഹനമാകുന്ന വിഷയം. ഞാൻ പറഞ്ഞല്ലോ 8-ാം അധ്യായം കഴിഞ്ഞ 2 മാസങ്ങളിലധികമായിട്ട് വേഴ്സസ് 28 to 30 ആ ഭാഗം തന്നെ ആവർത്തിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്നത് 9-ാം അധ്യായമാണ്. സോ അത് മനസ്സിലാക്കിയെടുക്കാൻ അല്പം ശ്രമം ദൈവകൃപയിൽ ആശ്രയിച്ച് വേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് പറഞ്ഞു തരാൻ എനിക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ തുടരാം. റോമാലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ പെട്ടെന്ന്. നോക്കുക, അപ്പൊ ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ളതാകുന്ന സുവിശേഷം ഇത് മുമ്പ് കൂട്ടി പ്രവാചകന്മാർ അരുളി ചെയ്ത കാര്യമാണ്. തിരുവെഴുത്തിൽ ഇവ ഉള്ള കാര്യമാണ്. മാത്രമല്ല ഈ സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഈ സുവിശേഷം ദൈവശക്തിയാണ്. നോക്കുക, ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യഹൂദന്റെ തിരുവെഴുത്തിൽ ഇതുണ്ട്. മാത്രമല്ല തിരുവെഴുത്തിൽ അത് വെറുതെ പറഞ്ഞിരിക്കുക മാത്രമല്ല, ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. എന്നിട്ടും എന്തുകൊണ്ട്
ആദ്യം യഹൂദനും പിന്നെ യവനനുമെന്ന് 1:16 പൗലോസ് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ യഹൂദൻ ഈ സുവിശേഷം അംഗീകരിച്ചില്ല? എന്തുകൊണ്ട് മിശിഹായിൽ അവർ വിശ്വസിച്ചില്ല? മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് വിശദീകരിക്കുന്നത് താൻ ജാതികളുടെ അപ്പോസ്തലൻ എന്ന, തന്റെ സുവിശേഷം മുഖാന്തരം ഒത്തിരി ജാതികൾ രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെ ജാതികൾ രക്ഷിക്കപ്പെട്ടു വന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ യഹൂദൻ ഒരു വംശമെന്ന നിലയിൽ അവന്റെ സ്ഥാനമെന്താ? ദൈവസഭയോടുള്ള ബന്ധത്തിൽ, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, വരുവാനുള്ളതാകുന്ന കാലഘട്ടത്തില് യഹൂദനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസും ഈ വിഷയം ചിന്തിക്കുകയും താൻ ആ വിഷയത്തെക്കുറിച്ച് വളരെ കൺസേൺഡ് ആകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 9, 10, 11 അധ്യായങ്ങളിൽ വാസ്തവത്തിൽ യഹൂദൻ ഒരു ജാതി എന്ന നിലയിൽ അവന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമാണ് ഈ 3 അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് പൗലോസ് ഡീല് ചെയ്യുവാൻ പോകുന്നത്. ഇത് വളരെ സന്തോഷകരമാണ് നമുക്ക്. കാരണം ഞാൻ ഈ വിഷയം പറയുവാൻ പോകുന്നത് ആ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളും അത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അത്ര അനുഗ്രഹീതമാകുന്ന ഒരു പ്രകാശനം, ഒരു വെളിപ്പാട് പൗലോസ് ശ്ലീഹ ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നത്. അതുകൊണ്ട് അത് നമുക്ക് അല്പമായിട്ട് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 9, 10, 11 അധ്യായങ്ങൾ പൗലോസ് ആരംഭിക്കുന്നത് വളരെ വ്യക്തിപരമാകുന്ന ഓരോ പ്രസ്താവങ്ങളോടുകൂടെയാണ്. ഇസ്രായേൽ ഒരു ജാതി എന്ന നിലയിൽ തൻ്റെ സ്വന്തം ചാർച്ചക്കാർ ശാരീരികമായി അല്ലെങ്കിൽ അവരുടെ തൻ്റെ ആ ബ്ലഡ് റിലേറ്റീവ്സ്, ആ നിലയിൽ അവരെ കുറിച്ചുള്ളതാകുന്ന കൺസേൺ, അവരെ കുറിച്ചുള്ളതാകുന്ന തൻ്റെ ചിന്താഭാരം, അത് ഈ 3 അധ്യായങ്ങളുടെയും ആരംഭവാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ 1, 2, 3 വാക്യങ്ങളിൽ താൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമാകുന്ന, ഹൃദയസ്പർശിയാകുന്ന, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്നതിനപ്പുറമാകുന്ന കാര്യങ്ങളാണ് പൗലോസ് പറയുന്നു. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. ഇതെന്താ പൗലോസ് അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നേ? അതുവരെ പറഞ്ഞത് അസത്യമാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അതിന്റെ അർത്ഥം താൻ പറയാൻ പോകുന്ന വിഷയം സത്യമാണെന്ന് തനിക്ക് ഉറപ്പുണ്ട്, തൻ്റെ ഹൃദയത്തിൽ നിന്നാണ് താൻ പറയുന്നത്. പക്ഷെങ്കിൽ പറയാൻ പോകുന്ന കാര്യം കേൾവിക്കാർ വിശ്വസിപ്പാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് പൗലോസ് പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാം, തൻ്റെ ആ കൺസേണിനെ കുറിച്ച്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ചാർച്ചക്കാരാകുന്ന ഇസ്രായേല്യർക്ക് വേണ്ടി കഴിക്കുന്ന പ്രാർത്ഥനയാണ് 1-ാമത്തെ വാക്യത്തിൽ തന്നെ താൻ പറയുന്നത്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അപ്പൊ ഈ 10-ാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ പൗലോസ് തൻ്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേല്യരെ കുറിച്ചുള്ളതാകുന്ന തൻ്റെ പ്രാർത്ഥന അവിടെ താൻ പറയുന്നു. 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യം പൗലോസ് അവിടെ പറയുക. തനിക്കൊരു തികഞ്ഞ ബോധ്യമുണ്ട്. എന്താ തികഞ്ഞ ബോധ്യം? ദൈവം തൻ്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ ആ ബോധ്യം
11-ാമത്തെ അധ്യായത്തിൽ പറയും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ 3 അധ്യായങ്ങളിലും ഈ കാര്യങ്ങളാണ് പൗലോസ് വിശദീകരിപ്പാനായി താൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് പെട്ടെന്ന് ഈ 9-ാമത്തെ അധ്യായം ഒരു ലഘുവാകുന്ന വിവരണം 9-ാമത്തെ അധ്യായം ഞാൻ നൽകിയിട്ട് മുൻപോട്ട് പോകാം. There is a brief sketch. അത് 9-ാമത്തെ അധ്യായം മുഴുവൻ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് ആ 9-ാമത്തെ അധ്യായം പെട്ടെന്ന് ഞാനൊന്ന് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് നമുക്ക് വായിച്ചിട്ട് നമുക്ക് താഴോട്ട് ആ കാര്യം പെട്ടെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മടങ്ങി ആ ഭാഗത്തേക്ക് തന്നെ വരും. 1 മുതൽ 5 വരെയുള്ളതാകുന്ന ആ വാക്യങ്ങളൊന്ന് വായിക്കാം. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്നെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ എന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും മാറ്റപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗത്ത് പൗലോസ് പ്രധാനമായിട്ട് പറയുന്ന വിഷയം, ഒന്ന്, തന്റെ സ്വന്തം ജനമാകുന്ന യഹൂദന്മാരെ കുറിച്ചുള്ളതാകുന്ന തന്റെ കൺസേൺ, അത് വളരെ ആഴമാകുന്ന ഒരു ചിന്താഭാരമാണ് തന്നെ ഭരിക്കുന്നത്. കാരണം താഴോട്ടുള്ളതാകുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവരെ കുറിച്ചുള്ളതാകുന്ന ഹൃദയഭാരം താൻ പറയുന്നത് ഈ യഹൂദന്മാർക്ക്, അല്ലെങ്കിൽ തന്റെ സ്വന്തം ചാർച്ചക്കാരാകുന്ന ഇവർക്ക് ഇത്രയധികം പ്രിവിലേജസ്, പദവികൾ ഇത് ദൈവം കൊടുത്തു. വളരെ നിസ്തുലമാകുന്ന പദവികളാണ്, യുണീക്ക് പ്രിവിലേജസ് ആ ദൈവം കൊടുത്തത്. വേറെ ഒരു ജാതിക്കും ലഭിക്കാതിരുന്ന, വംശീയമായിട്ട് ഒരു ജാതി എന്ന നിലയിൽ മറ്റാർക്കും ലഭിക്കാതിരുന്ന അനുഗ്രഹീതമാകുന്ന പദവികൾ. ഈ പദവികളെല്ലാം ലഭിച്ചിട്ടും, ഈ വാഗ്ദത്തങ്ങളെല്ലാം തനിക്ക് കിട്ടിയിട്ടും, ഈ അനുഗ്രഹീതമാകുന്ന ചുറ്റുപാടുകൾ അവർക്കുണ്ടായിരുന്നിട്ടും, മിശിഹ വന്നു കഴിഞ്ഞപ്പോൾ മിശിഹായിലുള്ളതാകുന്ന ആ വലിയ അനുഗ്രഹീതമാകുന്ന സുവിശേഷം അവർ കേട്ടിട്ടും എന്തുകൊണ്ട് അവർ വിശ്വസിച്ചില്ല? അവര് ദൈവത്തെ അറിയാതിരുന്നത് എങ്ങനെ വിശദീകരിപ്പാൻ കഴിയും? അങ്ങനെ ആ പ്രത്യേക വിഷയം താൻ വിശദീകരിക്കുമ്പോൾ പല ചോദ്യങ്ങൾ താൻ ചോദിക്കുന്നുണ്ട്. ഈ വാഗ്ദത്തങ്ങളെ കുറിച്ചും ഈ പ്രിവിലേജസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് താൻ പറയുക, ദൈവം ഇത്രയും വാഗ്ദത്തങ്ങളും ഇത്രയും പദവികളും ഇത്രയും അനുഗ്രഹീതമാകുന്ന, വളരെ അനുഗ്രഹീതമാകുന്ന ഒരു പദവിയും ഇവർക്ക് കൊടുത്തപ്പോൾ ഇവരിത് വിശ്വസിക്കാതിരുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കും ദൈവത്തിന്റെ ഉടമ്പടികളും അത് വ്യർത്ഥമായി പോയതാണോ? നോക്കണം, ദൈവത്തിന്റെ ഉടമ്പടികളും വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ വചനവും വൃഥാവിലായോ? 6-ാം വാക്യത്തിൽ തന്നെ അതാണ് ചോദിക്കുന്നത്. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല. പ്രിയമുള്ളവരെ, ദൈവം അവരോട് പറഞ്ഞതാകുന്ന ഒരു കാര്യം, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ദൈവം അവരോട് ചെയ്ത ഉടമ്പടി. പക്ഷെങ്കിൽ ഇവിടെ കാണുന്നത്, ഈ ഉടമ്പടി ലഭിച്ച ജനം
സുവിശേഷത്തിൽ വിശ്വസിച്ചില്ല, മിശിഹായെ അംഗീകരിച്ചില്ല. സുവിശേഷം എന്നുള്ളത് അവരുടെ തിരുവഴുത്തിൽ മുൻപ് കൂട്ടി പറഞ്ഞിട്ടും അവരത് അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. അങ്ങനെയെങ്കിൽ എന്തു പറ്റി? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വൃഥാവായി പോയോ? അതിന്റെ ഉത്തരം പൗലോസ് 6-ാമത്തെ വാക്യത്തിൽ തന്നെ നൽകുകയാണ്. അങ്ങനെയല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വൃഥാവായി പോയി എന്നല്ല, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രയേല്യർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, പ്രിയമുള്ളവരെ, ജഡപ്രകാരം അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവർ സാക്ഷാൽ ഇസ്രയേല്യരല്ല. സാക്ഷാൽ ഇസ്രയേല്യനോട് ദൈവത്തിനൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിക്ക് ഭംഗം വരുന്നുമില്ല. ദൈവം പറഞ്ഞ വാക്കുകൾക്കും ദൈവം ചെയ്ത ഉടമ്പടിക്കും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തോളം ഉറപ്പുണ്ട്. പക്ഷെങ്കിൽ ജഡപ്രകാരമുള്ള എല്ലാവരുമല്ല ഇസ്രയേല്യർ. ആ കാര്യം പൗലോസോട് പറയുക. പിന്നെ ആരാകുന്നു ഇസ്രയേല്യർ? യഥാർത്ഥത്തിലുള്ള ഇസ്രയേല്യർ എന്ന് പറയുന്നത് ജഡപ്രകാരമുള്ള സന്തതിയല്ല, നേരെ മറിച്ച് തിരഞ്ഞെടുപ്പിൻ, അത് താഴോട്ട് നമ്മൾ വായിക്കുക, പിന്നീട് നമ്മൾ വിശദമായി ചിന്തിക്കും. 11, 12 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ എന്ന് വരേണ്ടതിന്. അങ്ങനെ പറഞ്ഞിട്ട് യാക്കോബിനെ കുറിച്ചും ഏശാവിനെ കുറിച്ചുമുള്ള ചരിത്രം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം എന്ത് ചെയ്തു? മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം ജഡപ്രകാരം പൈതൃകമായി ജനിച്ച വ്യക്തിയല്ല ഇസ്രയേല്യൻ. പിന്നെയോ ദൈവം തന്റെ ആ സർവജ്ഞതയിൽ, ദൈവം തന്റെ കരുണയിൽ, ദൈവം മനസ്സലിഞ്ഞ് ദൈവം തെരഞ്ഞെടുത്ത് വേർതിരിച്ചവർ മാത്രമാണ് ഇസ്രയേല്യർ. അവരോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിക്ക് ഭംഗമില്ല. ഞാൻ ആ കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. താഴോട്ട് നമ്മൾ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പറയുമ്പോൾ അടുത്ത ഒരു പ്രശ്നം പൗലോസ് തന്നെ ഉന്നയിക്കുകയാണ്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ എന്തു പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? അപ്പൊ മുകളിൽ പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തില. കാരണം ആണോ ആ കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം എന്തോ ചെയ്തു? മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ആദ്യമേ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങ് നടത്തി. അങ്ങനെ ദൈവം തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിൽ ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടെന്ന് വരുന്നല്ലോ. ഈ ചോദ്യം അവിടെ പൗലോസ് തന്നെ ചോദിക്കുകയും അതിന്റെ മറുപടി താൻ താഴോട്ട് കൊടുക്കുകയും ചെയ്യുക. പറയുകയാണ്, ദൈവത്തിന്റെ പക്കൽ അനീതിയില്ല. പിന്നെയോ ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവനോട് ദൈവം എന്ത് ചെയ്യുന്നു? കരുണ തോന്നുന്നു. അതിനുദാഹരണമായിട്ട് മോശയെ എടുത്തു കാണിക്കുന്നു. മോശയോട് ദൈവം കരുണ കാണിച്ചെന്നുള്ള കാര്യം പൗലോസ് പറയുന്നു. എനിക്കറിയാം ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സംശയവും ഒരു ചോദ്യവുമായി വരേണ്ടതിനാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. പിന്നീട് നമ്മൾ ക്രമേണ കട്ടയുടച്ച് അരികു കളച്ച് മുൻപോട്ട് പോകും. പിന്നീട് ആദ്യം ഒന്ന് വെറുതെ ഒന്ന് പൂട്ടി ഉഴന്ന് നമ്മൾ മുൻപോട്ട് പോകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ സംശയങ്ങൾ ജനിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വമാണ് ഞാനിത് പറയുന്നത്. ആകട്ടെ, പൗലോസ് പറയുകയാണ്, മോശയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് കരുണ തോന്നി. എന്നാൽ ഫറവോനോടുള്ള ബന്ധത്തിൽ ദൈവം എന്താ ചെയ്തത്? അവന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? കഠിനപ്പെടുത്തി.
ഈ വിഷയം പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ നീതി തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെയാണ് പിന്നെ why does he still blame us? കാരണം who resists his will? അവന്റെ ഇഷ്ടത്തോട് മറുത്തു നിൽക്കുന്നത് ആര്? ദൈവം അങ്ങനെ ചിന്തിച്ച് ഉറപ്പിച്ചു വെച്ചെങ്കിൽ പിന്നെ ആർക്കും അതിനോട് മറുത്തു നിൽക്കാൻ കഴിയത്തില്ലല്ലോ. അതിനുത്തരമായിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം അതിന്റെ 20-21 വാക്യത്തില് താൻ പറയുകയാണ്, കുശവന് കളിമണ്ണിന്മേൽ അധികാരമുള്ളതുപോലെ ദൈവത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. അതിനെ ചലഞ്ച് ചെയ്യാൻ ആർക്കും ഒക്കത്തില്ല. 22 മുതൽ 23 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ തന്റെ കോപത്തിന്റെ വെളിപ്പാടും നൽകി, തന്റെ ശക്തിയുടെ പ്രദർശനവും നൽകി, തന്റെ തേജസ്സും വെളിപ്പെടുത്തി. 24 മുതൽ 29 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ താൻ പറയുകയാണ്, ജാതികൾ ദൈവമക്കളായി തീരും എന്നുള്ളതും ജഡപ്രകാര സന്തതിയാകുന്ന ഇസ്രയേല്യൻ അതിലൊരു ശേഷിത ഗണം മാത്രം രക്ഷപ്പെടുമെന്നുള്ളതും ദൈവം മുൻപുകൂട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്. നോക്കുക, അതാണ് പൗലോസ് അവിടെ നൽകുന്ന മറുപടി. ദൈവം why does God still blame us? അങ്ങനെ പറയുമ്പോൾ അതിന്റെ 30-ാമത്തെ വാക്യം മുതൽ അതിന്റെ ഉപസംഹാരമാണ്. 9-ാമത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ്. അതെങ്ങനെയാണ്? പൗലോസ് പറയുക, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവസഭയിൽ ജാതികളുടെ സംഖ്യ കൂടുതലും യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദ വംശജരുടെ ജഡപ്രകാരം യഹൂദന്മാരായവരുടെ സംഖ്യ കുറവുമായിരിക്കുന്നു. ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്? പൗലോസ് പറയുകയാണ്, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ജാതികൾ ക്രിസ്തുവിനെ വിശ്വസിച്ചു, ദൈവത്തിന്റെ ദയയിൽ അവരാശ്രയിച്ചു. എന്നാൽ യഹൂദൻ എന്ത് ചെയ്തു? ക്രിസ്തു എന്ന ഇടർച്ചക്കല്ലിന്മേൽ തട്ടി വീണു. അപ്പോൾ യഹൂദനെ ദൈവം റിജക്റ്റ് ചെയ്തത് അവന്റെ ആ ചെറുത്തുനിൽപ്പും ദൈവത്തിന്റെ പ്രവൃത്തിയോടുള്ള അവന്റെ വിരോധവും, ജാതികൾ ദൈവമക്കളായി തീർന്നത് ദൈവത്തിന്റെ കരുണയാലുമാണ് എന്ന വിഷയമാണ് 9-ാം അധ്യായത്തില് പൗലോസ് പറയുന്നത്. ഈ 9, 10, 11 അധ്യായങ്ങളിലെല്ലാം തന്നെ ഈ കരുണയെക്കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് 9-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. 9-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ആ കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് താഴോട്ട് പെട്ടെന്ന് ആ 5 വാക്യങ്ങൾ കഴിയുമെങ്കിൽ ഇന്ന് ചിന്തിക്കാം. ആ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. എനിക്കറിയാം ഒരു പക്ഷെ ഞാൻ ഇന്ന് ഇപ്പൊ പറഞ്ഞു പോയത് കൊണ്ടും അത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ദൈവം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആക്കി തരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 9-ാമത്തെ അധ്യായത്തില് ആരംഭവാക്യങ്ങളില് പൗലോസ് പറയുന്നതാകുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പേ ഓർപ്പിക്കുകയുണ്ടായി. പൗലോസ് പറയുന്നത് അവിശ്വസനീയമാകുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അവിശ്വസനീയമാകുന്ന ഒരു കാര്യമായി താൻ അത് പറയുന്നത്? അവിടെ ആ വിഷയം പറയുമ്പോൾ തന്നെ വ്യക്തമായി തെളിയിച്ച് താൻ ഒരു കാര്യം പറയുമ്പോൾ പരോക്ഷമായി മറ്റൊരു സന്ദേശവും ആദ്യത്തെ 3 വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വ്യക്തതയോടുകൂടി താൻ പറയുന്ന ഒരു വിഷയം, ഈ തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ കുറിച്ച് തൻ്റെ മനസാക്ഷിയിൽ
താൻ വളരെ പരിശുദ്ധാത്മാവിനെ സാക്ഷിയാക്കി താൻ പറയുന്ന ഒരു കാര്യം, ഇടവിടാതെ നോവും വേദനയും ദുഃഖവും എനിക്കുണ്ട്. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറുവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്താണ് പൗലോസ് പറയുന്ന ഈ വാക്യത്തിന്റെ അർത്ഥം? ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, സംഭവ്യമല്ലാത്ത ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സംഭവിക്കാൻ കഴിയത്തില്ല. കാരണം അതിന് മുകളിൽ താൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആരെന്ന് താൻ ഉറച്ചു പറഞ്ഞു. എന്നിട്ട് പറയുക, എങ്കിലും ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ താൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകാൻ ആഗ്രഹിക്കാമായിരുന്നു എന്നല്ല താൻ പറയുന്നത്. നേരെ മറിച്ച് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിന്നും നിത്യമായി വേർപെട്ട് നരകത്തിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വല്ല വിധേനയും എൻ്റെ ചാർച്ചക്കാര് രക്ഷപ്പെടുമെങ്കിൽ. നോക്കുക, അപ്പൊ തന്റെ ആ ഹൃദയത്തിന്റെ വേദനയും വാഞ്ചയും ആഗ്രഹങ്ങളും അതിനെ തെളിയിക്കാനായിട്ട് വളരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു കാര്യമാണ് പൗലോസ് പറയുന്നത്. ഈ പദപ്രയോഗം മറ്റ് 2 പുതിയ നിയമഭാഗങ്ങളിൽ പൗലോസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, കൊരിന്ത്യരുടെ 1-ാം ലേഖനം അതിന്റെ 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ തന്നിങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അവിടെ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ശാപം നിന്റെ മേലിരിക്കട്ടെ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല പറയുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്ത ഒരുവൻ നിത്യമായി ശിക്ഷാവിധിയിലായിത്തീരും എന്ന പൗലോസ് പറയുന്നതിന്റെ അർത്ഥം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഗലാത്യ ലേഖനത്തിൽ ഇതേ കാര്യം പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞങ്ങ് ഞാൻ മുൻപോട്ട് പോകാം. ഗലാത്യ ലേഖനം 1:9 ഒന്ന് വായിക്കാമോ? ആ, യെസ്, ആ, ആ. നോക്കുക, നിങ്ങൾ കൈക്കൊണ്ട ഈ സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അവിടെയും ശപിക്കപ്പെട്ടവൻ എന്നുള്ള വാക്ക് നിത്യ നരകത്തിലുള്ള ശിക്ഷാവിധിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോയേക്കട്ടെ, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട് അല്ലേ? അവര് കുറച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ഇല്ലേ? കുറച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഈ പറയുന്ന പോലെ പറഞ്ഞില്ലേലും കുറച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ കുറച്ച് പറയുന്നത് സുവിശേഷമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി കുറച്ച് പറയുന്നത് മാത്രമല്ല, സുവിശേഷത്തെ ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കാനുള്ള ഉപാധിയാക്കി പറഞ്ഞിട്ട് ഈ ഭൂമി സുഖിക്കുകയും ചെയ്യാം, പിന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് കവർ പോലെ അവസാനം മരിക്കുമ്പോൾ സ്വർഗത്തിലും പോകാം. ഈ പറയുന്നത് മറ്റൊരു സുവിശേഷമാണ്. അങ്ങനെ മറ്റൊരു സുവിശേഷം പറയുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മറ്റൊരു സുവിശേഷം പറയുന്ന വ്യക്തി ശപിക്കപ്പെട്ടവൻ.
അതുകൊണ്ട് അത് വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ഈ കാര്യമാ പറയും. ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അവൻ നിത്യ നരകാഗ്നിക്ക് യോഗ്യനാകുമെന്നാ പറയുന്നത്. അതുകൊണ്ടല്ലേ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ വളരെ വ്യക്തതയോട് പറഞ്ഞത്, ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നോ സംഭവിക്കും. വായിച്ചിട്ടില്ലേ 5-ാം അധ്യായത്തിൽ? നോക്കി, അപ്പോൾ നിശ്ചയമായിട്ടും ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. പൗലോസ് പറയുകയാണ്, അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഞാൻ തന്നെ പോകാൻ ഒരുക്കമായിരുന്നു, പക്ഷേ അത് സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞാൽ, തൻ്റെ ചാർച്ചക്കാരെ കുറിച്ചുള്ള, അവർ രക്ഷിക്കപ്പെടണം, അവർ നിത്യജീവൻ അവകാശികളാകണമെന്നുള്ള തൻ്റെ വലിയ വാഞ്ഛയെ തെളിയിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം അങ്ങ് പറഞ്ഞു പോകട്ടെ. എൻ്റെ പ്രിയരെ, നമ്മുടെ രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവരെ കുറിച്ചും നമ്മുടെ ബന്ധുമിത്രാദികളെ കുറിച്ചുമൊക്കെ കുറഞ്ഞ പക്ഷം ഇത്രയും ആഴമാകുന്ന തീവ്രമാകുന്ന ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയത്തില്ല എന്ന് വന്നാൽ പോലും നമ്മൊരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടാത്ത, നിത്യജീവൻ അവകാശികളാകാത്ത നമ്മുടെ ചാർച്ചക്കാരെ കുറിച്ച്, നമ്മുടെ സന്തത സഹചാരികളെ കുറിച്ച്, നമ്മുടെ കൊളീഗ്സിനെ കുറിച്ച് നമുക്കൊരു വലിയ ഭാരമുണ്ടാകണം കേട്ടോ. പൗലോസിന് ഈ വലിയ ഭാരമുണ്ടായിരുന്നു. അതാണ് താൻ പറയുന്നത്, ഞാൻ തന്നെ വേണമെങ്കിൽ ക്രിസ്തുവിനോട് വേർപെട്ടു പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കാമായിരുന്നു, പക്ഷെങ്കിൽ അത് കഴിയുകയില്ലല്ലോ. അത്ര വലിയ ആംഗ്വിഷ്, ഹൃദയവേദന തനിക്കുണ്ട്. ആ കാര്യം താൻ ഇവിടെ പറയുന്നു. തുടർന്ന് താൻ പറയുന്നതാകുന്ന കാര്യങ്ങൾ ഈ താഴോട്ട് പറയുന്നതാകുന്ന വേദഭാഗത്ത് വിശേഷിച്ച് 4-ഉം 5-ഉം വാക്യങ്ങളിൽ താൻ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ഞാൻ ആദ്യം അതിൻ്റെ പ്രധാന സന്ദേശം ഒന്ന് പറഞ്ഞിട്ട് അത് ഓരോന്നായിട്ട് വിശദീകരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പൗലോസ് ആദ്യമേ തന്നെ പറഞ്ഞതാകുന്ന ഒരു കാര്യം, താൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാമായിരുന്നു എന്ന് പറയുമ്പോൾ പരോക്ഷമായി താൻ അർത്ഥമാക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്ത, മിശിഹായെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കാത്ത യഹൂദനെല്ലാം ഈ നിത്യ ശിക്ഷാവിധിക്ക് അവൻ അർഹനാകുമെന്ന കാര്യം തന്നെയാണ് പൗലോസ് പറയുന്നത്. ഞാനൊരു കാര്യം വളരെ വ്യക്തതയോടെ പറയാം. ഇസ്രയേല്യൻ എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ദൈവം അവരോടൊരു ഫേവറും ചെയ്യുന്നില്ല. ഈ കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി ബാലൻസ് ചെയ്ത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതാകുന്ന ഈ വലിയ പ്രശ്നം, പ്രിയമുള്ളവരെ, ഇത്രയധികം പദവികളും ഇത്രയധികം അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവര് ഈ അനുഗ്രഹീതമാകുന്ന ആ ദൈവമക്കളായി തീരുന്ന ആ അനുഗ്രഹത്തിലേക്ക് ഇവർ കടന്നു വരാതിരുന്നത്? ഈ പ്രശ്നം തന്നെ വളരെ ബോധർ ചെയ്യും. അങ്ങനെ ബോധർ ചെയ്യുമ്പോൾ തന്നെ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് താൻ പറയുമ്പോൾ 3 കാര്യങ്ങൾ പരോക്ഷമായിട്ട് ഈ വേദഭാഗത്ത് താൻ പറയുക. ഒന്ന്, ഈ അനുഗ്രഹങ്ങളൊന്നും തന്നെ വൃഥാവാകുന്നില്ല. എന്തുകൊണ്ട് വൃഥാവാകുന്നില്ല? അത് വൃഥാവാകാതിരിക്കുന്നതിൻ്റെ വാസ്തവത്തിലുള്ള കാരണം, അബ്രഹാമിന്റെ സന്തതിയായിട്ട് ശരീരപ്രകാരം, ജഡപ്രകാരം ചിലര് ജനിച്ചു എന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് ദൈവം തെരഞ്ഞെടുത്ത ഒരു ശേഷിത ഗണത്തിന് ഈ അനുഗ്രഹങ്ങള് ഇപ്പോഴും പൂർണ്ണമായിട്ടും അവർക്ക് അനുഭവിപ്പാൻ കഴിയും എന്ന കാര്യം പൗലോസ് പറയുക. അതുകൊണ്ടാണ് അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ
7-ാം വാക്യത്തിൽ താൻ പറയുന്ന ഒരു കാര്യം, ഇസ്രായേൽ തെരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ളതാകുന്ന വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജഡപ്രകാരമുള്ള സന്തതി അല്ലാതെ ഒരു ശേഷിത ഗണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാൽ ആ എത്തനിക് ഇസ്രയേലിൽ, അല്ലെങ്കിൽ ഇസ്രയേൽ ഒരു വംശമെന്ന നിലയിൽ ഉണ്ട്, ഒരു ശേഷിത ഗണമുണ്ട്. അവർക്ക് നിശ്ചയമായിട്ടും ഈ അനുഗ്രഹങ്ങൾ അവർക്ക് ആപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തെ വിഷയം, ഇസ്രയേല് അവരിൽ ഒത്തിരി പേര് നഷ്ടപ്പെട്ടു പോകും, ആ കാര്യത്തെക്കുറിച്ച് സംശയമില്ല. എങ്കിലും ചിലർ, ഒരു ചെറിയ കൂട്ടം, എത്തനിക് ഇസ്രയേൽ, ഭാവിയിൽ ദൈവം അവർക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി ഒരുക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് താൻ പറയുന്നത് വിശേഷിച്ച് അതിന്റെ 11-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 11:26. നോക്കുക, ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചുപോയ എല്ലാവരും, രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ സകല ഇസ്രായേലിനും ഉയർത്തെഴുന്നേറ്റ് രക്ഷിക്കപ്പെടുമെന്നല്ല പൗലോസ് പറഞ്ഞത്. പിന്നെയോ, ഇനിയും ഭാവിയിൽ ദൈവം അവരോട് ചെയ്തതാകുന്ന ഉടമ്പടിയുടെ വെളിച്ചത്തിൽ ഒരു ചെറിയ കൂട്ടം, ഇസ്രായേൽ ഒരു വംശം എന്ന നിലയിൽ ദൈവത്തിന് അവരെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അവർ രക്ഷിക്കപ്പെടും എന്നാണ് പൗലോസ് പറഞ്ഞതിന്റെ ആശയം. അതിന്റെ 25-ാമത്തെ 11:25 ആ കാര്യം പൗലോസ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലിന് അംശമായി കാഠിന്യം, 11:25. നോക്കിയ, അപ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചു. എന്നാൽ ഭാവിയിൽ ചില ഇസ്രായേല്യർ, ഒരു ശേഷിത ഗണം വിശ്വസിച്ച് ദൈവമക്കളായി തീരും. ജാതികളുടെ അനുഗ്രഹത്തിന് അവരും ഭാഗഭാക്കുകളാകും എന്ന് ഭാവിയിൽ അവർക്ക് സംഭവിപ്പാനുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസോട് പറയുകയാണ്. മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം, ഇസ്രായേൽ ഒരു ജാതി എന്ന നിലയിൽ പൗലോസ് ഈ കാര്യം പറഞ്ഞെങ്കിലും ഈ അധ്യായങ്ങളിൽ വിശേഷിച്ച് മറ്റുള്ള ജാതികളെ കുറിച്ച് പറയുന്നത് കാട്ടൊലിവായിരുന്നവരെ വെട്ടിയെടുത്ത് നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ചു. അപ്പോൾ ഇസ്രായേല്യർ അവരുടെ വംശമായിട്ട് പാരമ്പര്യമായി ദൈവം അവരോട് ചെയ്ത ഉടമ്പടികൾ, അതായത് ഈ 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജാതികൾക്കും കൂടെ ദൈവം വെച്ചിരിക്കുകയാണ്. ഇത് വളരെയധികം സന്തോഷം നൽകുന്നതാകുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ എന്ന ആ ഒലിവിനോട് ജാതികളെ ദൈവം ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് എന്തൊക്കെ അനുഗ്രഹങ്ങളും പദവികളും, അക്ഷരീകമാകുന്ന കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മീകമായി ഇസ്രായേലിന് എന്തൊക്കെ പദവികളെ കുറിച്ച് ഇവിടെ പൗലോസ്ലീഹ പറയുന്നുവോ ആ കാര്യങ്ങളെല്ലാം തന്നെ ജാതികളിൽ നിന്നും വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാവരുടെയും പദവികളാണ്.
ആ കാര്യങ്ങളാണ് 4ഉം 5ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇസ്രായേലിന് കാഠിന്യം ഭവിച്ചു. ജഡപ്രകാരമുള്ള സന്തതി അല്ല സാക്ഷാൽ ഇസ്രായേല്യൻ, പിന്നെയോ വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാ. അങ്ങനെ വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ ദയയുടെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ ദൈവം ജാതികളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ജാതികൾക്കുള്ളതാകുന്ന പദവികൾ എന്താണ്? ഒന്നാമതായിട്ട് നമ്മൾ ആ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഇസ്രായേല്യർ. ഒന്നാമത്തെ അനുഗ്രഹം, ആസ് എ നേഷൻ അവർക്കുള്ളതാകുന്ന ഏറ്റവും വലിയ പ്രിവിലേജ്, ഇസ്രായേല്യൻ, ദൈവത്തിന്റെ പ്രത്യേകമായ തെരഞ്ഞെടുക്കപ്പെട്ടതാകുന്ന ജാതി എന്നുള്ളതാകുന്ന പദവി. 11:1 നമ്മൾ വായിക്കുന്നു, ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്തില്ല? തള്ളിക്കളഞ്ഞില്ല. ഞാനും ഇസ്രായേല്യനല്ലോ. അപ്പോഴങ്ങനെയെങ്കിൽ ആ അനുഗ്രഹീതമാകുന്ന പദവി ആർക്കാണ് വാസ്തവത്തിൽ ലഭിച്ചിരിക്കുന്നത്? നോക്കണം, ജഡപ്രകാരം ജനിച്ച സന്തതിക്കല്ല, നേരെ മറിച്ച് ആത്മപ്രകാരം, വാഗ്ദത്ത പ്രകാരം ജനിച്ചവർക്കാണ് ഈ പ്രിവിലേജസ് ഉള്ളത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം ദയവായിട്ടൊന്ന് വായിക്കണം. നോക്കുക, ഇസ്രായേല്യൻ എന്നുള്ള പദവി, ഇസ്രായേലിന്റെ പ്രിവിലേജസിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രിവിലേജസ് വാസ്തവത്തിൽ ആപ്ലിക്കബിൾ ആകുന്നത് ആർക്കാ? ക്രിസ്തുവിൽ കൂടെ വാസ്തവത്തിൽ അബ്രഹാമിന്റെ സന്തതിയായവർക്കാണ് ഈ പദവി കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവസഭയെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഇസ്രായേൽ എന്നാണ്. ദൈവത്തിന്റെ ഇസ്രായേൽ, ഗോഡ്സ് 6:16 ദൈവത്തിന്റെ ഇസ്രായേലിനും. നോക്കുക, ദൈവത്തിന്റെ ഇസ്രായേലിന്. അപ്പൊ പൗലോസ് പറഞ്ഞു വരുന്നത് എന്താ? ദൈവത്തിന്റെ വചനം വൃഥാവായില്ല. ദൈവം നൽകിയതാകുന്ന വാഗ്ദത്തങ്ങളും ഉടമ്പടികൾക്കും അതിന് മാറ്റമില്ല. ദൈവം ഒരിക്കൽ പറഞ്ഞത് തന്നെയാ. പക്ഷെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്, ജഡപ്രകാരം ജനിച്ചവർക്കല്ല ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്, പിന്നെയോ വാഗ്ദത്ത പ്രകാരം ജനിച്ചവർക്കാ. അങ്ങനെ വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാരാ? ദൈവത്തിന്റെ ഇസ്രായേല്യർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജാതികളാകുന്ന നമ്മൾ അനുഗ്രഹീതമാകുന്ന ആ പദവിയിലേക്ക് മാറ്റപ്പെട്ടു എന്നതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ പണ്ട് കാലത്തൊക്കെ ഇതോർത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതായത്, ദൈവം എന്തിനായി ഇവരൊരു ജാതി എന്ന നിലയിൽ ഇവരോട് ഒത്തിരി ഫേവർ ചെയ്തത്? എന്നാ പിന്നീട് ദൈവവചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, അയ്യോ അങ്ങനെയല്ലല്ലോ. ദൈവത്തിന്റെ പക്കൽ ഒരു മുഖപക്ഷവുമില്ല. ദൈവത്തിന്റെ കരുണയും വിശ്വസ്തതയും എത്ര വലുതാണ്. ആ ജഡപ്രകാരം രക്തപാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന അവർക്കുള്ളതിനേക്കാളും വലിയ പദവി ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവജനത്തിനുണ്ടായി എന്നതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ജഡപ്രകാരം ഉള്ളതിന് നമ്മൾ ഇസ്രായേലിനാണെന്നോ നമുക്ക് ആ പാരമ്പര്യം ഉണ്ടെന്നോ ഒക്കെ പറയുന്നത് അബദ്ധമാ. കാരണം എന്നാന്നറിയാമോ? വചനപ്രകാരം അത് 2-ാം സ്ഥാനത്താ. 1-ാം സ്ഥാനത്ത് വാസ്തവത്തിൽ ഇസ്രായേലിനായേക്കുന്നത് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവനാണ് ഇസ്രായേല്യൻ. വിശ്വാസികളാണ് ആര്?
അബ്രഹാമിന്റെ സന്തതി. ഇതൊരിക്കലും മറന്നു പോകരുത്. ഒന്നാമത്തെ പ്രിവിലേജ്. എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം വൃഥാവാകുന്നില്ല? അതിന്റെ കാരണം, ദൈവത്തിന്റെ വാഗ്ദത്തം വൃഥാവാകാത്തതിന്റെ കാരണം ജഡപ്രകാരമുള്ള സന്തതിയല്ല വാസ്തവത്തിൽ ഇസ്രയേല്യൻ. പിന്നെ ക്രിസ്തുവിലുള്ള നമ്മളാണ് ഇസ്രയേല്യൻ. നമ്മോടാണ് ഉടമ്പടി ചെയ്തേക്കുന്നത്. അതിനൊരു മാറ്റവുമില്ല. അത് നിലനിൽക്കുന്നതാ. ദൈവം ഒരിക്കൽ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. ആകട്ടെ, രണ്ടാമത്തെ ആ കാര്യം ഒന്ന് വായിച്ചേ. പുത്രത്വം അവർക്കുള്ളത്. പ്രിയമുള്ളവരെ, പുത്രത്വം എന്ന ആ പദപ്രയോഗം പൗലോസ് തന്നെ ആ പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളില് താൻ ഉപയോഗിച്ചിട്ടുണ്ട്. പുത്രത്വം എന്നുള്ളതാകുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 8:15. നോക്ക, പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം എന്ത് ചെയ്തു? നമുക്ക് തന്നു. അപ്പോൾ വാസ്തവത്തിൽ പുത്രത്വത്തിന്റെ ആത്മാവ് ഉള്ള ദൈവമക്കളെന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് അബ്രഹാമിന്റെ സന്തതിയായി ജഡപ്രകാരം ജനിച്ചവർക്കല്ല, പിന്നെയോ അബ്രഹാമിന്റെ സന്തതിയായി ജഡപ്രകാരം ജനിച്ചവരും ജാതികളായി ജനിച്ചവരും ക്രിസ്തുവിൽ കൃപയാൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ഇവ രണ്ടു കൂട്ടർക്കുമുള്ള പദവിയാണ് പുത്രത്വം. നോക്കിയേ, എന്തുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് വൃഥാവാകുന്നില്ല? അതിന്റെ രണ്ടാമത്തെ കാരണം, ദൈവത്തിന്റെ വാഗ്ദത്തം നിലനിൽക്കുന്നത് പുത്രന്മാർക്കാണ്. മക്കളെങ്കിലോ നമ്മൾ ആരാണ്? അവകാശികളാ. അപ്പൊ മക്കൾക്കാണ് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. ജഡപ്രകാരം ഇസ്രയേലിനായി ജനിച്ചത് കൊണ്ടല്ല, പിന്നെയോ മക്കളായതുകൊണ്ട്. അപ്പോൾ പ്രിവിലേജസ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഭംഗം വരുന്നില്ല. അടുത്തത്, തേജസ്സും അവർക്കുള്ളത് തന്നെ. നോക്കുക, ഈ പുത്രത്വത്തിനോട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ് തേജസ്, ഗ്ലോറി. പൗലോസ് തേജസ് എന്ന് ഉപയോഗിച്ചേക്കുന്നത് പെട്ടെന്ന് നമുക്ക് ആദ്യം ഒരു പക്ഷേ ചിന്ത വരുന്നത് പഴയ നിയമത്തിലെ കാര്യമാണ്. കൂടാരത്തിൽ ഇറങ്ങി വന്ന ഷെക്കൈന, ദൈവത്തിന്റെ തേജസ്, അതിനെക്കുറിച്ചാണ് ചിന്ത വരുന്നത്. എന്നാൽ റോമാലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ തേജസ് എന്ന് പൗലോസ് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചല്ല. 8-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതിന്റെ 18 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നോക്കിയേ, മുകളിൽ പറഞ്ഞു പുത്രത്വം, 2 തേജസ്, അടുത്ത പ്രിവിലേജസ് ദൈവത്തിന്റെ തേജസ്. ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ പ്രശംസിക്കുന്നു. ഇനി താഴോട്ട് നമ്മൾ വായിക്കുന്നത് എന്നറിയാമോ? അടുത്ത കാര്യങ്ങൾ, നിയമങ്ങൾ. താഴോട്ട് നമ്മൾ വായിക്കുന്നു വാഗ്ദത്തങ്ങൾ, അതുപോലെ ന്യായപ്രമാണം. ഇതെല്ലാം ആർക്കുള്ളതാ? സാക്ഷാൽ ഇസ്രായേലിനുള്ളതാ. എന്താണ് കർത്താവ് ചെയ്ത ഉടമ്പടി, ന്യായപ്രമാണം, പുതിയ നിയമം. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതു നിയമത്തിന്റെ രക്തമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ പുത്രന്റെ രക്തം ചൊരിഞ്ഞ് വിശ്വസിക്കുന്ന ഏവരോടും ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവേശുവിൽ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും അത് ഉവ്വ് എന്നാകുന്നു, അതിന് മാറ്റമില്ലെന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട്
ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരുന്നില്ല. പൗലോസ് പറയുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഇത് വാസ്തവത്തിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് നമുക്കാണ്, ദൈവമക്കളാകുന്ന നമുക്കാ. അത് കഴിഞ്ഞ് താൻ പറയുന്നതാകുന്ന ഒരു കാര്യം, ന്യായപ്രമാണം അവരുടേതാണ്. പിന്നെ അവിടെ അടുത്ത കാര്യം, ആരാധനയും അവരുടേതാ. ടെമ്പിൾ സർവീസ്. യഹൂദനോട് ദൈവം പറഞ്ഞതാകുന്ന ഏറ്റവും പ്രാധാന്യതയോടെ അവരോർത്തിരിക്കേണ്ടതാകുന്ന ഒരു കാര്യം പുറപ്പാട് പുസ്തകത്തിൽ ദൈവം അവരോട് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും വലിയ സർവീസ്, ഏറ്റവും വലിയ ആരാധന അവർ നടത്തേണ്ടത്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പെസഹ കുഞ്ഞാടിന്റെ ഓർമ്മ അത് ആ നിശ്ചയിച്ച സമയത്തും ആ സ്ഥലത്തും അവരാവർത്തിച്ച് ചെയ്യണം. വരുന്ന തലമുറ ഇത് ചോദിക്കുമ്പോൾ എന്താണെന്ന് അവരോട് വിശദീകരിച്ചു കൊടുക്കണം. അതിനേക്കാളും കവിഞ്ഞ വേറെ ഒരു സർവീസ് അല്ലെങ്കിൽ വേറെ ഒരു പരസ്യമാകുന്ന അർപ്പണവും കുമ്പിടലും നമസ്കാരവും യഹൂദന് സങ്കല്പിപ്പാൻ കഴിയത്തില്ല. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. നോക്കുക, എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരുന്നില്ല? കുറച്ചു പേര് അവിശ്വാസികളായി തീർന്നു. അവര് ജഡപ്രകാരം ജനിച്ചവരെങ്കിലും അവരോടുള്ളതാകുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഭംഗം വന്നോ? പൗലോസ് പറയുക, ഇല്ല. എന്തുകൊണ്ട്? സാക്ഷാൽ യഹൂദനായിരിക്കുന്നവൻ ജഡപ്രകാരം ജനിച്ചവനല്ല, പിന്നെയോ വാഗ്ദാനം അനുസരിച്ച്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച്, ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ ദൈവം വേർതിരിച്ചവനാണ് വാസ്തവത്തിലുള്ള ഇസ്രായേല്യൻ. താഴോട്ട് നമ്മൾ വായിക്കുന്നു, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. അബ്രഹാം നമുക്ക് പിതാവായിട്ട് ഉണ്ടെന്നുള്ള കാര്യം. കാരണം വിശ്വാസികളുടെ പിതാവാണ് ആര്? അബ്രഹാം. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവമക്കൾക്ക് പിതൃത്വം അവകാശപ്പെടുവാൻ കഴിയുന്നത് അബ്രഹാമിനെ കുറിച്ച് ആ നിലയിൽ അവർക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും എന്ന് പൗലോസ് പറയുക. അത് മാത്രമല്ല, ഞാനതൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. താഴോട്ട് പറയുന്നതാകുന്നൊരു കാര്യം, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, ഇവിടെ അവസാനം പൗലോസ് പറഞ്ഞു നിർത്തുന്നതാകുന്ന ഒരു കാര്യം, ജഡപ്രകാരം യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പക്ഷെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ സർവത്തിനും മീതെ ദൈവമാകുന്നു. അപ്പോൾ ദൈവമാകുന്നവനെ അനുഭവിച്ചറിയുവാൻ അവിടുത്തെ പാദപീഠത്തിൽ അവിടുത്തേക്ക് പാദസേവ ചെയ്യുവാൻ ദൈവം നമ്മെ, ജാതികളാകുന്ന നമ്മെ വേർതിരിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, ഇസ്രായേലിനോട് ദൈവം പറഞ്ഞ സകല വാഗ്ദാനങ്ങളും സകല അനുഗ്രഹങ്ങളും സകലവിധമാകുന്ന ആത്മീക നന്മകളും വാസ്തവത്തിൽ അനുഭവിക്കുന്നത് ആരാന്നറിയാമോ? ജാതികളാകുന്ന നമ്മളാ. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് എന്ത് സംഭവിച്ചില്ല? ഭംഗം വന്നില്ലെന്നാ പൗലോസ് പറയുന്നത്. നമ്മൾ അടുത്ത ആഴ്ചയിൽ താഴോട്ട് അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കും. വംശപരമായിട്ട് ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്തെന്നുള്ളതും പദ്ധതി എന്തെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഈ രാത്രിയിൽ ഇത്രയും പറഞ്ഞു തന്നെ
നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ 3 അധ്യായങ്ങൾ കഴിയുമെങ്കിൽ 2-3 ആവർത്തി വായിച്ചിട്ട് വന്നാൽ അത് മനസ്സിലാക്കുവാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഞാനത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനെ അറിയുവാൻ, ഈ അനുഗ്രഹീതമാകുന്ന പദവിയിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും ഉടമ്പടികളും എല്ലാം അവിടുന്ന് ചെയ്തിരിക്കുന്നത് നമ്മളോടാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ആ പാട്ടുകാരൻ പറയുന്നത് പോലെ സ്വന്തം ജനമാകുന്ന യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്നതാകുന്ന നമ്മളെ വീണ്ടിട്ട്, ഹല്ലേലൂയ, കാട്ടൊലിവിന്റെ ശാഖകളായിരുന്ന നമ്മെ നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ച് നമുക്ക് അനുഗ്രഹീതമാകുന്ന പദവി ദൈവം തന്നു. ഹല്ലേലൂയ, ഈ പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതോർത്ത്, ഈ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതോർത്ത് സ്തോത്രം. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് പറയുന്നത് പോലെ അവൻ സകലത്തിനും മീതെ ദൈവമായി, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. പ്രിയമുള്ളവരെ, നിത്യത മുഴുവൻ ഈ കർത്താവിനെ ആസ്വദിപ്പാൻ, ഹല്ലേലൂയ, നിത്യത മുഴുവനും കർത്താവിനെ ആസ്വദിച്ചാലും വീണ്ടും പുതുമയുള്ള അനുഭവത്തിലായിരിക്കും നമ്മൾ കർത്താവിനെ ആസ്വദിക്കാൻ പോകുന്നത്. കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധം അത്ര മാധുര്യതരമായിരിക്കും. ഈ അനുഗ്രഹീതമാകുന്ന പദവിയിലേക്ക് ജാതികളായിരുന്ന നമ്മെ ദൈവം കൊണ്ടുവന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, വാസ്തവത്തിലുള്ള ഒരു കാഴ്ചപ്പാടും ദർശനവും നമുക്കുണ്ടാകട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മെല്ലാവരോടും ലോകമ്പോടുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.